ഈ വിമാന ദുരന്തത്തിൽപ്പെട്ട ഈ വിമാനം ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെടുന്ന ഈ വിമാനം അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ അപകടത്തിൽപ്പെടുന്നത്, എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നൊക്കെയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ് ഈ പറയുന്ന ബോയിങ്. അവരുടെ ഏറ്റവും നൂതനവും പ്രത്യേകതകളും നിറഞ്ഞ ശ്രേണിയിൽപ്പെടുന്ന വിമാനങ്ങളായാണ് ഈ ബോയിങ് 787 ഡ്രീം ലൈനർ അവതരിപ്പിക്കപ്പെട്ടത്. ഇന്നലെ അപകടത്തിൽപ്പെട്ട വിമാനവും ഇതേ ശ്രേണിയിൽപ്പെടുന്ന യഥാർത്ഥത്തിൽ ബോയിങ് 787-8 എന്ന് പറയുന്ന ഡ്രീം ലൈനർ വിമാനമാണ്. ഇനി എന്തൊക്കെയാണ് ഈ ശ്രേണിയിലുള്ള വിമാനങ്ങളുടെ പ്രത്യേകതകളെന്ന് ഒന്ന് വിശദമായി നമുക്ക് നോക്കാം. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ വിപണിയിലെത്തിയത് 2011 ലോകത്താകമാനം 1175 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. 50 ലക്ഷം സർവീസുകൾ ഇവരാകെ നടത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, മറ്റേതൊരു വിമാന കമ്പനിയേക്കാൾ കൂടുതൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തന്നെ 100 കോടി യാത്രക്കാരെ ഈ ഡ്രീം ലൈനർ വിമാനത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്പനിക്ക്. അത് മറ്റൊരു റെക്കോർഡ് കൂടിയാണ്. ഇനി ബോയിങ് ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള വിമാനങ്ങൾ ഈ ശ്രേണിയിൽപ്പെടുന്നവയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 787 ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെടുന്ന വിമാനങ്ങളാണ്. ഇനി ബോയിങ് 787 ഡ്രീം ലൈനർ ശ്രേണിയിലെ വിമാനങ്ങളെ അതിൽ തന്നെ ചില കാറ്റഗറികളുണ്ട്. അത് ഈ കാണുന്നവയാണ്. അതായത് 787-8, 787-9, 787-10 ഒപ്പം 78 അങ്ങനെ പോകുന്നു. അങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ 787-8 വിമാനങ്ങളിൽ 248 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 787-9 വിമാനത്തിൽ 250 മുതൽ 290 യാത്രക്കാർക്കും 787-10 വിമാനത്തിൽ 300 മുതൽ 330 യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും. അത്രമാത്രം ശേഷിയുള്ളതാണ് ഈ 787 സീരീസ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിന് ഒറ്റപ്പറക്കലിൽ 13,530 കിലോമീറ്റർ ദൂരം താണ്ടാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള, അല്ലെങ്കിൽ ഫ്യൂവൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഇന്ധന ടാങ്കും ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല, ഒറ്റ റണ്ണാണ് 13,530 കിലോമീറ്റർ ദൂരം ഒറ്റപ്പറക്കലിൽ ഇതിന് താണ്ടാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇനി ജെനക്സ്ട്രെൻഡ് 1000 എന്ന എഞ്ചിനാണ് ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. GEnx ട്രെൻഡ് എന്നാണ് ആ എഞ്ചിന്റെ പേര്. ഇനി ഇതിന്റെ ടോട്ടൽ ഒരു ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 57 മീറ്റർ ആണ് ഈ വിമാനത്തിന്റെ നീളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഉയരം 17 മീറ്റർ ഉണ്ട്. അത് വലിയ വിമാനമാണ്. അതിന്റെ ഡയമെൻഷൻസ് നോക്കുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വലിയ വിമാനമാണ്. ഇനി ഈ ചിറകുകളുടെ ആകെ നീളം, അതായത് ഒരു ചിറകിൽ നിന്ന് മറ്റൊരു ചിറകിലേക്കുള്ളൊരു നീളം നോക്കുമ്പോൾ അത് വരുന്നത് ഏതാണ്ട് കൃത്യമായി നോക്കിയാൽ 60 മീറ്റർ നീളമുണ്ട് ഈ ചിറകുകൾക്കിടയിൽ എന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഈ ബോയിങ് ഈ 787 ഡ്രീം ലൈനറിന്റെ പ്രത്യേകതകൾ. മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വലിയൊരു വിമാനമാണ്. ഇത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. മാത്രമല്ല, ഈ ഡബിൾ എഞ്ചിൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 എഞ്ചിനുകളും ഒരേ സമയത്ത് അത് പ്രവർത്തനരഹിതമായി എന്നുള്ളതാണ്. അത് വളരെ റെയർ ചാൻസ് ആണ്. വളരെ ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ് എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു പക്ഷേ ഈ 2 എഞ്ചിനുകൾക്കുള്ള ത്രസ്റ്റ് അത്രമാത്രം കുറയാൻ, അതായത് മുകളിലേക്ക് ലിഫ്റ്റ് ഓഫിന് കഴിയാതെ പോകാൻ, അത്രമാത്രം പവർ ഇല്ലാതിരിക്കാൻ എന്താണ് യഥാർത്ഥ കാരണം? അത് ഇന്ധനം കൃത്യമായി എഞ്ചിനിലേക്ക് എത്താത്തതാണോ? ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ കൂടി ഇതിനെ കൃത്യമായി മുകളിലേക്ക് ലിഫ്റ്റ് ഓഫ് ചെയ്യാനും അവൻ പിന്നീട് ലാൻഡ് ചെയ്യാനും കഴിയുമെന്നിരിക്കെ അവിടെ എന്തുകൊണ്ടാണ് ഇത് കഴിയാതെ പോയത്? രണ്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അതാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്താൻ പോകുന്നതും.